ഹലോ, നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നവരാണോ? നിങ്ങൾക്ക് ഭാരം കുറയ്ക്കണോ? എങ്കിൽ ഞാനൊരു രഹസ്യം പറയാം. ഈ രഹസ്യം പറയുന്നതിനേക്കാളും മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മില്ലറ്റ് കൊണ്ടും ടോബ്ലൻഡ് ഗ്രേറ്റ് ഡ്രൈഡ് കോക്കനട്ട് കൊണ്ടും ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ 2-3 വട്ടം നമുക്ക് ആ മില്ലറ്റ് ഒന്ന് കഴുകിയെടുക്കാം. ഈ കഴുകിയെടുക്കുമ്പോൾ അതിൻ്റെ ആ പ്യൂരിറ്റി അതുപോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആദ്യം ചെയ്യേണ്ടത് മില്ലറ്റ് നല്ലോണം കഴുകുക. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മില്ലറ്റും ടോബ്ലോൻ്റെ ഗ്രേറ്റ് ഡ്രൈഡ് കോക്കനട്ട് വെച്ചുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഫുഡാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കുക. സ്റ്റൗ ഒന്ന് കത്തിച്ചതിന് ശേഷം നമുക്ക് ഒരു കുക്കർ എടുത്ത് വയ്ക്കുക. ആ കുക്കറിലേക്ക് നമുക്ക് നമ്മുടെ ആ കഴുകി വെച്ചേക്കുന്ന ആ മില്ലറ്റിനെ എടുത്തിടാം. ലേശ വെള്ളം കൂടി ഒഴിക്കുക. അതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് നല്ലോണം അടിച്ച് വിസിലടിക്കാൻ വയ്ക്കുക. ഒരു 2 വിസിൽ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഈ ടോബ്ലോൻ്റെ ഗ്രേറ്റഡ് കോക്കനട്ടിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണമോ മണമോ ഒന്നും നഷ്ടപ്പെടുന്നില്ല. നമുക്ക് എന്ത് കറി വെച്ചാലും അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. നമുക്ക് സമയം ലാഭിക്കാം. നമ്മുടെ പണി എളുപ്പം ആയിട്ട് നമുക്ക് 10-20 മിനിറ്റിനുള്ളിൽ നമ്മുടെ കിച്ചണിലെ വർക്ക് തീർച്ച് നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് ബീൻസും കുറച്ച് ക്യാരറ്റും എടുക്കുക. ക്യാരറ്റും ബീൻസും നല്ലോണം കുനുകുനാന്ന് അരിയുക. ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് ഒന്ന് വെക്കുക. ഈ മില്ലറ്റിൻ്റെയും ഗ്രേറ്റഡ് ഡ്രൈഡ് കോക്കനട്ടിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഫുഡിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭാരം കുറയ്ക്കാൻ സാധിക്കും. ഇതിപ്പോൾ രാവിലെ നമ്മൾ കഴിച്ചാലും നമുക്ക് ബെറ്ററാണ്. നമ്മൾ വൈകിട്ട് ഡിന്നറിനൊപ്പം കഴിച്ചാലും നമുക്ക് ബെറ്ററാണ്. അപ്പോൾ ക്യാരറ്റും ബീൻസും അരിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കുക. ആ സ്റ്റൗവിലേക്ക് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ബീൻസും ക്യാരറ്റും കൊണ്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി ഒന്ന് നല്ലോണം വഴറ്റുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നല്ലോണം നിളക്കി ഒന്ന് കൊടുക്കാം. ഒരു ലേശം ഉപ്പും കൂടി നമുക്കൊന്ന് കൊടുക്കാം കേട്ടോ. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും കൂടി കൊടുക്കാം. ഇപ്പോൾ ആ കുക്കറിൻ്റെ വിസിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിലേക്ക് ഗ്രേറ്റഡ് ഡ്രൈഡ് കോക്കനട്ട് ടോബ്ലോൻ്റെ ഗ്രേറ്റഡ് ഡ്രൈഡ് കോക്കനട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് അപ്പോൾ ടോബ്ലോൻ്റെ ഗ്രേറ്റഡ് ഡ്രൈഡ് കോക്കനട്ട്. ഇതാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എളുപ്പത്തിൽ പുട്ടോ തോരനോ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ടോബ്ലോൻ്റെ ഗ്രേറ്റഡ് ഡ്രൈഡ് കോക്കനട്ട് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് 2-3 കാന്താരി മുളകോ അല്ലെങ്കിൽ ചെറിയ മുളകോ നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേറെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. നമുക്കിനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ മില്ലറ്റാണ്. വേവിച്ച് വെച്ചിരിക്കുന്ന മില്ലറ്റാണ്. അപ്പോൾ മില്ലറ്റ് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ആരോഗ്യകരമായ മില്ലറ്റ് വിഭവങ്ങൾ ഇനി എളുപ്പത്തിൽ വേഗത്തിലും ഉണ്ടാക്കാം ടോബ്ലോൻ്റെ ഗ്രേറ്റഡ് ഡ്രൈഡ് കോക്കനട്ട് കൊണ്ട്. ടോബ്ലോൻ്റെ ഗ്രേറ്റഡ് ഡ്രൈഡ് കോക്കനട്ട് എല്ലാ വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്നവർക്കും റെസ്റ്റോറൻറ്റ് കാറ്ററിംഗ് യൂണിറ്റുകൾ എല്ലാവർക്കും അനുയോജ്യമായ ഒന്നാണ് ടോബ്ലോൻ്റെ ഗ്രേറ്റഡ് ഡ്രൈഡ് കോക്കനട്ട്. വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുക.